എന്തെങ്കിലും തിന്നാനായോ നോക്കാൻ വേണ്ടി വന്നതാ? അമ്മേ, ഞങ്ങൾ അമ്മയുടെ കൂടെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ വന്നതാ. എന്താ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കേണ്ടത്? ഐക്യദാർഢ്യം അത് തന്നെ. ഇനി എന്റെ തെറ്റ് തിരുത്താൻ നിൽക്ക്. കണികുത്തു. ചേച്ചി, ചേട്ടൻ ചേച്ചിയുടെ സ്വാതന്ത്ര്യത്തെ ഇടപെട്ടില്ലേ? അതിനെതിരെ പ്രതികരിക്കാൻ ഞങ്ങളുണ്ട് ചേച്ചിയുടെ കൂടെ. അതിന് നിന്റെ ചേട്ടൻ എന്റെ സ്വാതന്ത്ര്യത്തിലല്ലേ ഇടപെട്ടത്? അത് ഞാൻ പരിഹരിച്ചോളാം, നീ ഇടപെടണ്ട. ചേച്ചി പ്രതികരിക്കേ, ഉടൻ പ്രതികരിക്കേ. പുഷ്പ, നീ വന്നേ, ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ കറിക്കരിയുന്നത് നിങ്ങൾ കാണുന്നില്ല? ചേച്ചി എവിടെ പോണ്ട, ചേച്ചി എവിടെ ഇരിക്കി, എവിടെയും പോണ്ട. അതിന് ഞാൻ എവിടെയും പോയില്ലല്ലോ, ഇവിടെ ഇരിക്കുന്നല്ലേ ചെയ്യുന്നേ. അല്ല ചേച്ചി പോവും, മുൻകൂട്ടി പറഞ്ഞതാ. ഓ, പുഷ്പേ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. നീ വന്നേ. എന്താ ഇവിടെ വെച്ച് പറഞ്ഞാല്? ഇവര് കേട്ടാലൊന്നും പ്രശ്നമില്ലല്ലോ, പറഞ്ഞു. ഇവര് കേൾക്കാൻ പറയാൻ പറ്റില്ല. എനിക്ക് നിന്നോട് മാത്രം പറയാനുള്ളത്. നീ വന്നേ. അതെ, സ്ത്രീകൾക്കെതിരെ ശബ്ദം ഉയർത്തുന്നത് ഞങ്ങൾ പ്രതികരിക്കും. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഒരു അങ്ങനെ വിളിക്കുമ്പോ പോവാൻ എന്തിനാണ്? ഭാര്യമാര് വിളിക്കുമ്പോ വരാനുള്ളതാണോ? ഭർത്താവ് വിളിക്കുന്നിടത്ത് ചെല്ലാനും ഭർത്താവ് പറയുന്നത് കേൾക്കാനുള്ളതല്ല ഭാര്യ. ഭാര്യമാർക്കും സ്വാതന്ത്ര്യം വേണ്ടേ? എന്റെ കുഞ്ഞു കല്യാണമൊന്നും കഴിച്ചിട്ടില്ലല്ലോ, പിന്നെ ഈ ഭാര്യമാരുടെ കാര്യം നീ എന്തിനാ പറയാൻ വരുന്നത്? എന്നാ ഞാൻ എന്റെ കാര്യം പറയാം. ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ സിനിമയ്ക്ക് പോണെന്ന് പറഞ്ഞപ്പോ അച്ഛൻ എന്നെ വിട്ടാ. നിനക്ക് സിനിമ കാണണമെന്നുണ്ടെങ്കിൽ നിന്നെ കൊണ്ട് ഞാൻ പോകും സിനിമയ്ക്ക്. ആഹാ, എന്നിട്ട് സഞ്ജു ഫ്രണ്ട്സിന്റെ കൂടെ പോയതിന് അച്ഛനൊരു കുഴപ്പമില്ലല്ലോ. എന്തോ അടി ഇത്? അവന്റെ ആങ്കൊച്ചനല്ലേ, അവൻ പോയി കണ്ടിട്ടെങ്കിൽ പോന്നോളും. അവനെ എഴുന്നള്ളിച്ച് കൊണ്ടുപോകേണ്ട കാര്യമൊന്നുമില്ല. അതെന്താ, പെങ്കൊച്ചുങ്ങൾക്ക് അവരുടെ കൂട്ടുകാരൊപ്പം സിനിമ കാണാൻ പാടില്ലേ? നീ ഉരുത്തിയാവട്ടെ, ഇവർക്കൊക്കെ വിഷം കുത്തി വെച്ചു കൊടുക്കും. ഞാനല്ല ചേട്ടാ, ചേട്ടന്റെ മനസ്സിലുള്ള പുരുഷ മേധാവിത്വം ഉണ്ടല്ലോ, അതാണ് പ്രശ്നം. നിർത്തടി. നിങ്ങൾ തമ്മിൽ ഇനി അടി കൂടണ്ട. ഞാൻ വരാത്തതല്ലേ നിങ്ങളുടെ പ്രശ്നം, ഞാൻ വരാം. ചേച്ചി എവിടെ ഇരിക്കും? ചേച്ചി ഇപ്പൊ പോയി കഴിഞ്ഞാൽ സ്ത്രീ സമത്വത്തിന് വേണ്ടി വാദിക്കുകയും ഞങ്ങൾക്കൊരു അപമാനമായി പോകും. ഇരിക്കവിടെ. നീ എവിടെ ഇരുന്നോടി? നീ വരണ്ട. കുറച്ച് കഴിയുമ്പം പെങ്ങളും മകളും എല്ലാം കൂടെ ഓരോന്നും പറഞ്ഞ് എൻ്റെ അടുത്തോട്ട് വരും. അപ്പൊ ഞാൻ കാണിച്ചു തരാം പുരുഷൻ എന്താണ്. സ്ത്രീജനതയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ തന്നെ ഇരിക്കും. അവിടെ തന്നെ കുത്തിയിരുന്നോ? അപ്പച്ചിയുടെ ഈ തീരുമാനം എനിക്ക് ഇഷ്ടായി. ഇപ്പൊ നിങ്ങൾ ജയിച്ചില്ലേ, എന്നാ പിന്നെ ഞാനൊന്ന് പോയി ചോദിച്ചിട്ട് വരാം. പൊക്കോട്ടെ അല്ലേ? അല്ലേ? പൊക്കോ. അതെ, അതാ എന്റെ തടിക്കും നല്ലത്. അതെ. അല്ല അപ്പൊ ഇതൊക്കെ ആര് ചെയ്യും? ചെയ്യപ്പച്ചി. അത് അമ്മ പറയാൻ മറന്നുപോയി. പെട്ടെന്ന് അരിഞ്ഞു വെച്ചേ, ഞാൻ വരുമ്പേക്ക്. മുത്ത് തരിഞ്ഞോ? ഞാനപ്പോ അപ്പോഴേക്കും വരാം. അവള് ഇവിടെ ഇരിക്കേ. അരിഞ്ഞോ? അമ്മയെക്കുട്ടി അങ്ങോട്ട് അരിയാ. എന്ത് വയ്ക്കാനാണോ അറിയില്ല, ഞാൻ അരിഞ്ഞു അങ്ങോട്ട് കരുതാ. ശരി ട്ടാ.